നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെടുമ്പോഴല്ല അവരിങ്ങോട്ട് മോശമായി പെരുമാറുന്നു. ചിലപ്പോൾ ആദർശത്തിന്റെ പേരിലായിരിക്കും, ചിലപ്പോൾ ഒരു വിവാഹത്തിന്റെ പേരിലായിരിക്കും, ചിലപ്പോൾ ഒരു സ്വത്ത് ഓഹരിക്കുന്നതിന്റെ പേരിലായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും തർക്കത്തിന്റെ പേരിലായിരിക്കും. എപ്പോഴും നമ്മളോട് അവർ മോശമായി പെരുമാറുന്നു. അപ്പൊ നമ്മളെ മനസ്സിലുണ്ടാണ് ചിന്ത എന്താ, പിന്നെന്തിനാ ഞാൻ ഓലെ പിന്നാലെ പോണേ, ഞാൻ എന്തിനാ ഓലെ പിന്നാലെ ഇങ്ങനെ പോണേ അല്ലെ? ആ ചിന്ത ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഈ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം, അന്ന റജുലൻ, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നു. ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ലീ ഖറാബത്തുൻ അസ്ലുഹും വയഖ്തഊനി. റസൂലേ, എനിക്ക് ചില കുടുംബ ബന്ധങ്ങളുണ്ട്, ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നു, പക്ഷേ വയഖ്തഊനി, പക്ഷെ അവരത് മുറിച്ചു കളയുന്നു. ഞാൻ എത്ര ശ്രമിച്ചാലും അവരത് മുറിച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅഹ്സിനു ഇലൈഹിം വയുസീഊന ഇലയ്യ, ഞാൻ അവർക്ക് നന്മ ചെയ്യും, നല്ല നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കും, പക്ഷേ അവർ എന്നോട് ഏറ്റവും മോശമായിക്കൊണ്ടാണ് റസൂലേ അവർ പെരുമാറാറുള്ളത്. ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു, വഅഹ്ലമു അൻഹും, ഞാൻ അവർക്ക് വേണ്ടി ക്ഷമയോടുകൂടി ജീവിക്കും, വയജ്ഹലൂന അലയ്യ, അവർ എന്നോട് അവിവേകവും അക്രമവും കാണിക്കും. ഇത് ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, റസൂലേ, ഈ ബന്ധത്തെ ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അതല്ലേ ചോദ്യം, എങ്ങനെ ഞാൻ ജീവിക്കും? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ കുൻത കമാ ഖുൽത, ഈ പറഞ്ഞതൊക്കെ നിന്റെ ജീവിതത്തിൽ ശരിയാവണ്ണം സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഫകഅന്നമാ തുസിഖുഹുൽ അൽമല, നീ അവരെ ചൂടുള്ള വെണ്ണീർ തീറ്റിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർ അത്രമാത്രം പ്രയാസപ്പെടുത്തുകയാണ് നീ ചെയ്യുന്നത്. നീയല്ല പ്രയാസപ്പെടുന്നത്, അവരാണ്. വലാ യസാലു മഅക മിനല്ലാഹി ളഹീറുൻ അലൈഹിം മാ ദുംതു അലാ ദാലിക, ഈ നിലയിൽ തന്നെ നീ കാര്യങ്ങൾ കൈക്കൊള്ളുമ്പോഴെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളൊരു സഹായി നിന്നോടൊപ്പം ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, അള്ളാഹിന്റെ റസൂൽ ഇതിലും വലിയ ഉപദേശം നൽകാനല്ല. ആ മനുഷ്യന്റെ ചോദ്യം എത്ര വ്യക്തമാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂലിന്റെ മറുപടി എന്താ? അങ്ങനെ നിന്നെ അവഹേളിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിൽ ഒരാളുണ്ടെങ്കിൽ, ഒരു മനുഷ്യനുണ്ടെങ്കിൽ, നീ അയാളോട് നന്നായി തന്നെ പെരുമാറുക, ക്ഷമയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. യഥാർത്ഥത്തിൽ ചൂടുള്ള വെണ്ണീറാണ് നീ ഓരോ സെക്കൻഡിലും അവരെ കൊണ്ട് തീറ്റിക്കുന്നത്. നരകമാണ്. മാത്രല്ല, അങ്ങനെ നീ ക്ഷമിച്ചും സഹിച്ചും ദുനിയാവിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു ലഹീർ, നിനക്കൊരു കാവൽ, നിന്റെ കാര്യത്തിന് സഹായിയായി അള്ളാഹ് ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹ് ഒരു വാക്ക് പറഞ്ഞ തെറ്റു സഹോദരങ്ങളെ, എന്തിനാ നമ്മൾ മോശം?